കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ മുനവെച്ച് സംസാരിച്ചിരിക്കുകയാണ്. മമതാ ബാനർജി വലിയ തോതിൽ വർഗീയതയെ പ്രീണിപ്പിക്കുകയാണ്. അവിടെ തീവ്രവാദ പ്രവർത്തനം പല അതിർത്തികളിലും നടക്കുന്നു എന്നുള്ള ധ്വനി വരുന്ന രീതിയിലാണ് അമിത്ഷാ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയത്. ഇന്ത്യ ഒരു ധർമ്മശാലയല്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു ചേർക്കും. അനധികൃതമായി കുടിയേറുന്ന ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്ലിം വിഭാഗക്കാർ വെസ്റ്റ് ബംഗാളിൽ, അതായത് പശ്ചിമ ബംഗാളിൽ പല സ്ഥലങ്ങളിലായി അനധികൃതമായി കുടിയേറി പാർക്കുകയാണ്. ഇതിനെ വളം വെച്ചു കൊടുക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ്. അതുമാത്രമല്ല, പശ്ചിമ ബംഗാൾ അതിർത്തിയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ മുസ്ലിം പ്രവർത്തകരെല്ലാം അവിടെ വിന്യസിച്ചുകൊണ്ട് അക്രമ രാഷ്ട്രീയം പയറ്റുകയാണ്. ഇത് ഒരു കമ്മ്യൂണൽ വോട്ട് ബാങ്ക് സൃഷ്ടിച്ചെടുക്കാനുള്ള മമതയുടെ നീക്കമാണ് എന്ന് പലപ്പോഴായി അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്. വാസ്തവത്തിൽ ബംഗാളിൽ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നുള്ളതാണ് BJPക്കെതിരെ പറയാനുള്ളത്. കാരണം BJP ഒരുപാട് നാളായി അധികാരം പിടിക്കാനും അവിടെ അള്ളു വെക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം, 34 കൊല്ലത്തെ ഇടതുപക്ഷ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് എത്തിയത്. അതിനുശേഷം ഇന്നേ വരെ മമതയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഓരോ തവണയും തന്റെ പാർട്ടിയുടെ ഭൂരിപക്ഷം കൂടിക്കൂടി വരികയും, എന്തിനധികം പറയുന്നു, കോൺഗ്രസിന്റെ പോലും സഹായം അവർക്ക് ഇന്ന് അല്പസ്വല്പം പോലും തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ട, അവരുടെ ദേശീയ നയങ്ങൾ എല്ലാ രീതിയിലും അംഗീകരിച്ചാൽ മാത്രമേ തൃണമൂലിനും വോട്ട് കിട്ടുകയുള്ളൂ. കാരണം ഇതേ തൃണമൂൽ അംഗങ്ങൾ പാർലമെന്റിൽ ചെല്ലുമ്പോൾ കോൺഗ്രസ് വക്താക്കളായി തന്നെയാണ് മാറുന്നത്. മഹുവ മൊയ്ത്രയായിരുന്നാലും സൈനി ഘോഷായിരുന്നാലും, എന്തിനധികം പറയുന്നു, തൃണമൂലിന്റെ ഡെറക് ഒബ്രൈനും സൗഗത റോയ് അടക്കമുള്ള കൃത്യമായി നിലപാടുകൾ അവരെല്ലാം പറയുന്നത് ഈ രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെ ഒരൊറ്റ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് രാഹുൽ ഗാന്ധിയുടെയും പ്രതിപക്ഷത്തിന്റെയും നിലപാട് തന്നെയാണ്. ഇന്ത്യ മുന്നണിയിൽ നിന്നും വേറിട്ട് പോകുന്ന ഒരു തൃണമൂൽ കോൺഗ്രസിനെ ഇന്ന് സങ്കല്പിക്കാനേ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 29 സീറ്റുകൾ നേടിയ തൃണമൂൽ കോൺഗ്രസ് 11 സീറ്റുകൾ നേടിയ BJPയെ എല്ലായിടത്തും അവരെക്കാൾ പ്രതീക്ഷിച്ച വോട്ടും ഭൂരിപക്ഷവും നേടിയെടുക്കാൻ കഴിഞ്ഞു. മാത്രമല്ല, ഹൗറ മണ്ഡലത്തിൽ അഭിഷേക് ബാനർജി റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഇത്തവണ ജയിച്ചത്. 7,10,000 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷം. എന്നിട്ടും വലിയ തോതിൽ തൃണമൂൽ കോൺഗ്രസ് രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്ന രീതിയിൽ BJP അവരെ തകർത്ത് കളയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവിടെയാണ് കോൺഗ്രസ് മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനും പതിവിൽ കവിഞ്ഞ പിന്തുണയുമായി എത്തുന്നത്.